ഈ വെള്ളം കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും അവിടെ പുരുഷന്മാർ ചെയ്യില്ല. പുരുഷന്മാർ ചെയ്യാൻ പറ്റാത്ത പണി പെട്ടതാണ്. നമ്മളൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫർദർ സ്റ്റഡിക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഭയങ്കര പ്ലസ് ആയിട്ട് വരുന്നതാണ് ഇൻറ്റേൺഷിപ്പുകൾ ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. അത് പെയ്ഡ് ആയിക്കോളണമെന്നില്ല, ചിലപ്പോൾ നല്ല പണിയായിരിക്കും. ഞാനൊരു ആക്ഷൻ എയ്ഡ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഇമ്മേർഷൻ പ്രോഗ്രാം ഉണ്ട് 10 days. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മധ്യപ്രദേശിലെ ഗോൺ ട്രൈബ്സ് ഉണ്ട്. ആ വില്ലേജിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ചുട്ക എന്നാണ്. അപ്പോൾ അത് ജബൽപൂരിൽ നിന്ന് നമ്മളൊരു 6-7 മണിക്കൂർ നമ്മൾ ട്രക്കിൽ പോകണം. അവിടേക്ക് വേറെ വണ്ടികളൊന്നുമില്ല. ആ ഗ്രാമത്തിലേക്ക് ഒരൊറ്റ വണ്ടിയുള്ളൂ ഒരു ദിവസം. അപ്പോൾ ആ വണ്ടിയുടെ ഓണറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ആക്ഷൻ എയ്ഡ് ഇൻ്റർനാഷണൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളാക്കിയിട്ട് വില്ലേജിലേക്ക് അയക്കും. അപ്പോൾ ആ വില്ലേജിൽ പോയിട്ട് നമ്മൾ 10 ദിവസം സർവൈവ് ചെയ്യണം. അപ്പോൾ ലിറ്ററലി നമുക്ക് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ബേസിക് കമ്മ്യൂണിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓപ്പൺ ഡെഫിക്കേഷനാണ്, ടോയ്ലറ്റുകൾ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ വെള്ളം ഫെച്ച് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ദൂരെ പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് വരേണ്ടി വരും. നമ്മൾ സ്വന്തം കുക്ക് ചെയ്യണം, റൈറ്റ്. ആ വില്ലേജിൽ ഞങ്ങൾ 10 ദിവസം 2 ദിവസം മാത്രമേ കറണ്ട് ഉണ്ടായിട്ടുള്ളൂ. മാർക്കറ്റ് ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ ആ 10 ദിവസത്തേക്കുള്ള പ്ലാനിങ് നമുക്ക് വേണം. കുക്ക് ചെയ്യാൻ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം, എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത്. കറണ്ടിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഫോണൊക്കെ ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും പ്രിപ്പറേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ക്യാമ്പിന് പോകുക എന്നുള്ളതാണ്. ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വില്ലേജിൻ്റെ എക്കോണമി, ഒരു പൊളിറ്റിക്സ്, കൾച്ചറൽ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചെടുക്കണം ഈ 10 പേര്. എന്നിട്ട് വന്നിട്ട് തിരിച്ച് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്ലസ് ആയിരുന്നു. അത്തരം ഒരു വില്ലേജിൽ നിൽക്കുക എന്നുള്ളത് വലിയ ഈസി അല്ല, കാരണം ഭയങ്കര കൾച്ചറൽ ഷോക്കുകളുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ വെള്ളം എടുക്കാൻ പോകണമല്ലോ. അപ്പോൾ പണ്ടത്തെ കുഴൽക്കിണറില്ലേ, അതിനൊരു ലിവറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2-3 പേരൊക്കെ വേണ്ടി വരും ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഞാനും ഒരു ജോസ്റ്റിനും ഓഗസ്റ്റിനും അതുപോലെ ഒരു അങ്കിത്തും, ഞങ്ങൾ 3 പേരും കൂടെ വെള്ളം എടുക്കാൻ പോയിട്ട് വെള്ളം എടുത്ത് തിരിച്ചു വരുമ്പോൾ നമ്മളവിടെ പരിചയപ്പെട്ട കുറേ ഗ്രാമീണരുണ്ട് നേരത്തെ. അപ്പോൾ അവർ CCTV പോലെ ഇങ്ങനെ അമ്പലത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് അഭിപ്രായം പറയുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അവർ ഭയങ്കര ചിരിയായിരുന്നു. ഞങ്ങൾ നോക്കിയിട്ട് ഭയങ്കര ചിരിയും അടക്കം പറച്ചിലൊക്കെ. അപ്പം അന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. 2ാമത്തെ ദിവസം അതുപോലെ തന്നെ അവർ ഞങ്ങളങ്ങനെ നോക്കും, ഞങ്ങളെന്താ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ വെള്ളം കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും അവിടെ പുരുഷന്മാർ ചെയ്യില്ല. പുരുഷന്മാർ ചെയ്യാൻ പറ്റാത്ത പണി പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്.